ഹലോ ഓൾ. അപ്പോൾ ഇതാ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നേരെ മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രസമാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴി കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന വഴി തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടവും എന്താ പറയുക അരുവി പോലെയൊക്കെയുള്ള ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം നേരെ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി എന്ത് തണുപ്പാണെന്നറിയോ, ഒരു രക്ഷയില്ല. തണുപ്പും കാണാനും ഭംഗി. ആരുമില്ല ആ സ്ഥലത്തെങ്ങും, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് മാറി കഴിയുമ്പോൾ ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുകയും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കുളിക്കാനുള്ള അത്ര വെള്ളമില്ല, നമുക്ക് ഇറങ്ങാനും നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പക്ഷേ നല്ല ഇഴുക്കലുണ്ടായിട്ടോ അങ്ങോട്ട് പോണ വഴിയിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഞാൻ നേരെ ചാടി ഇറങ്ങി. ആദ്യം തന്നെ വന്ന് അവരെ നോക്കി ഇരിക്കാൻ കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇച്ചായനാണെങ്കിൽ പിന്നെയും മേളിലേക്ക് കയറി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അതൊരു ചെറിയ കാട് പോലെയൊക്കെയാണ്. ആ കാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയിട്ട് ഞങ്ങളും പിന്നാലെ പോയി. പക്ഷേ ആൾ പോയിട്ട് തിരികെ വന്നിട്ട് പറഞ്ഞു അവിടെ ഒന്നുമില്ല കാണാൻ, ഇവിടെ കാണുന്ന അത്രയും തന്നെ ഉള്ളൂ, അവിടെ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരികെ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. പക്ഷേ അപ്പോഴാണ് ട്വിസ്റ്റ്. എൻ്റെ പൊന്നെ, അട്ട കടിച്ചു. അട്ട എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് കാണുമ്പോഴേ പേടിയാണ്. ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സാധനത്തിന് കണ്ടു കഴിഞ്ഞാൽ തീർന്നു. ആ ട്രിപ്പേ എൻ്റെ ഫ്ലോപ്പാണ്. അപ്പം അട്ടയുടെ കടി കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.